സിനിമയിലും ട്രെൻഡ് ആയിരിക്കുകയാണ് പഴയ ചിത്രങ്ങളുടെ റീ റിലീസ്. താരങ്ങളുടെ പിറന്നാളിലും മറ്റും ആരാധകരുടെ നേതൃത്വത്തില് ചില പഴയ ചിത്രങ്ങള് തിയേറ്ററുകളില് പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും മലയാളത്തില് റീമാസ്റ്റർ ചെയ്ത് മികച്ച സ്ക്രീന് കൗണ്ടോടെ റീ റിലീസ് ചെയ്യപ്പെട്ട ആദ്യ ചിത്രം സ്ഫടികമാണ്. രണ്ടാമതായി അങ്ങനെ എത്തിയ ദേവദൂതന് തിയേറ്ററുകളില് പ്രദർശനം തുടരുന്നു. മൂന്നാമത്തെ ചിത്രം ചിങ്ങം 1 ഓഗസ്റ്റ് 17 തിയേറ്ററുകളിലെത്തും. ഫാസിലിന്റെ സംവിധാനത്തില് വന താരനിര അണിനിരന്ന ക്ലാസിക് ചിത്രം മണിച്ചിത്രത്താഴ് ആണ് അത്. മോഹൻലാലാണ് ഈ 3 ചിത്രങ്ങളുടെയും പൊതുഘടകം എന്നതും കൗതുകകരമാണ്. സ്ഫടികവും ദേവദൂതനും വിജയിച്ചതിനെ തുടർന്ന് മുന്നോട്ടും റീ റിലീസുകള് പലത് സംഭവിക്കുമെന്ന് ഉറപ്പാണ്. ചില ചിത്രങ്ങളുടെ തയ്യാറെടുപ്പുകളും ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. മമ്മൂട്ടിയുടെ ഏത് ചിത്രമാണ് തിയേറ്ററുകളില് നിങ്ങൾക്ക് വീണ്ടും കാണാന് ആഗ്രഹമെന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയില് സമീപകാലത്ത് പലയിടത്തായി കണ്ടിരുന്നു. ഒരു മമ്മൂട്ടി ചിത്രം പ്രേക്ഷകരിലേക്ക് വീണ്ടും എത്താനുള്ള തയ്യാറെടുപ്പുകളിലാണെന്നതാണ് വാസ്തവം. ടി വാസുദേവന് നായരുടെ തിരക്കഥയില് ഹരിഹരന് സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങി മലയാളത്തിലെ ക്ലാസിക്കുകളിലൊന്നായി മാറിയ ഒരു വടക്കന് വീരഗാഥയാണ് ആ ചിത്രം. മണിച്ചിത്രത്താഴിന്റെ റീമാസ്റ്ററിംഗിന് നേതൃത്വം നൽകുന്ന മാറ്റിനി നവ് ആണ് ഒരു വടക്കന് വീരഗാഥയും ഇത്തരത്തിൽ എത്തിക്കാന് ശ്രമം നടത്തുന്നത്. എന്നാൽ ഇതിന് ഏറെക്കാലം എടുക്കുമെന്ന് മാറ്റിനി നവ് പ്രതിനിധി അജിത് രാജിന് മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഒരു വടക്കന് വീരഗാഥ ചെയ്യുന്നുണ്ട്, അതൊരു ലോങ് പ്രോസസ് ആണ്. എത്ര സമയം എടുക്കുമെന്ന് പറയാനാവില്ല, പക്ഷെ അതൊരു നല്ല പ്രൊജക്റ്റ് ആയിരിക്കും. വടക്കന് വീരഗാഥ ടിവിയില് കാണുമ്പോൾ ക്രോപ്ഡ് ആയിട്ടുള്ള ഫ്രെയിമുകളാണ് കാണാനാവുക. ഒറിജിനല് സിനിമാസ്കോപ്പ് ഫ്രെയിം ഒന്നുമല്ല ടെലിവിഷനില് കാണുന്നത്. സൈഡില് കട്ട് ചെയ്യും, പക്ഷെ റീമാസ്റ്ററിംഗിനു വേണ്ടിയുള്ള സ്കാനിംഗില് പോള് ഫ്രെയിമോടെ കിട്ടും. തിയേറ്ററില് കാണുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അജിത് രാജിന് പറയുന്നു.